2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ ജംഷഡ്പൂർ FC-യോട് സമനില കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ആദ്യ പകുതിയിൽ ലീഡെടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് വിനയായത് 86-ാം മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോളായിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ നേടിയത് കോറു സിംഗ് ആണ്. 35-ാം മിനിറ്റിൽ മൈതാന മധ്യത്ത് നിന്ന് ഒറ്റയ്ക്ക് നടത്തിയ ഒരു കിടിലൻ മുന്നേറ്റത്തിലൂടെയാണ് കോറു സിംഗ് ഗോൾ നേടിയത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആവേശത്തിൽ ആറാടിക്കുന്ന ഗംഭീര ഗോൾ തന്നെയായിരുന്നു ഇത്. മിലോസ് ഡ്രിൻസിച്ചിന്റെ സെൽഫ് ഗോളിൽ ഈ മത്സരം സമനിലയിലായെങ്കിലും കളിയിലെ കേമനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കോറു സിംഗ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുന്ന സീസണിൽ ടീമിന്റെ ഏറ്റവും മൂല്യമേറിയ കളിക്കാരിൽ ഒരാളായി കോറു സിംഗ് മാറി എന്നതാണ് ശ്രദ്ധേയം. ഈ സീസണിൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിലേക്ക് വന്ന ഈ 18-കാരൻ മാസ്മരിക പ്രകടനങ്ങളാണ് ഇക്കുറി കാഴ്ചവെച്ചിട്ടുള്ളത്. 2024-25 സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചാലും കോറു സിംഗിനെ ചൂണ്ടിക്കാണിക്കാം. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി 15 മത്സരങ്ങളാണ് കോറു സിംഗ് കളിച്ചത്. മൊത്തം 1076 മിനിറ്റുകൾ മൈതാനത്തുണ്ടായിരുന്ന അദ്ദേഹം 2 ഗോളുകൾ നേടിയതിനൊപ്പം 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 2 കളികളിലാണ് താരം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി 2029 വരെ കരാറുള്ള കോറു വരും സീസണുകളിൽ ടീമിന്റെ ഏറ്റവും പ്രധാന കളിക്കാരിൽ ഒരാളായി മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും ജംഷഡ്പൂർ FC-ക്കെതിരായ മത്സരത്തിലെ സമനില ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളും അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ 22 കളികളിൽ 25 പോയിന്റാണ് മഞ്ഞപ്പടയുടെ സമ്പാദ്യം. 7 കളികളിൽ ജയവും 4 കളികളിൽ സമനിലയും നേടിയ മഞ്ഞപ്പട 11 കളികളിലാണ് ഈ സീസണിൽ തോറ്റത്. ലീഗ് ഘട്ടത്തിലെ ശേഷിക്കുന്ന 2 കളികളിൽ ജയം നേടിയാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോയിന്റ് നേട്ടം 31-ലെത്തും. നിലവിൽ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തുള്ള മുംബൈ സിറ്റിക്ക് 32 പോയിന്റ് ഉണ്ട്. ലീഗിലെ ആദ്യ 6 സ്ഥാനക്കാരാണ് ISL പ്ലേ ഓഫിലെത്തുക. ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി FC-ക്കെതിരെയാണ്. ഈ മാസം 7-ന് കൊച്ചിയിലാണ് ഈ മത്സരം നടക്കുക. അവസാന ലീഗ് മത്സരത്തിൽ കേരളം ഹൈദരാബാദ് FC-യെ നേരിടും. മാർച്ച് 7-ാം തീയതി എവേ ഗ്രൗണ്ടിലാണ് ഈ പോരാട്ടം. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് ISL പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത്. 23 കളികളിൽ നിന്ന് 53 പോയിന്റാണ് സമ്പാദ്യം. 22 കളികളിൽ 45 പോയിന്റുമായി FC ഗോവയാണ് രണ്ടാമത്.